63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ എൻ്റെ കൂടെ അന്നയല്ല, അന്ന കുറച്ച് വേദികളൊക്കെ ഒന്ന് കറങ്ങി. ഈ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഒക്കെ ഓണയർ കണ്ടപ്പോൾ അന്ന പതുക്കെ സിന്ദൂരിക്ക് ബാറ്റൻ കൈമാറിയിട്ട് വേദികളിൽ കറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സിന്ദൂരി പറയൂ വിശേഷങ്ങൾ. അതെ, ഇവരെല്ലാവരും ഈ ഒരു കാഴ്ചകൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ അന്നയ്ക്ക് ആ വേദികളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയും വേണം. അപ്പോൾ അതിൽ ഒത്തിരി ആളുകൾ, ഒത്തിരി പെർഫോമൻസും ഒക്കെ നമുക്കിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിനു മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് വെള്ളാർമലയിലെ കുട്ടികളുടെ അരികിലേക്കാണ്. നമ്മൾ കണ്ടതാണ് ഈ ഒരു ദിവസം അവരുടെ പെർഫോമൻസിലൂടെയാണ് ആരംഭിച്ചത്. അപ്പോൾ ആ കുരുന്നുകൾ നമുക്കൊപ്പമുണ്ട്, ഷീജയുണ്ട് അവരോടൊപ്പം. നമുക്ക് അവരിലേക്കൊന്ന് പോയാലോ? ഷീജയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരോട് പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, കാരണം കുട്ടികൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഷീജ അവരുടെ ഇന്നത്തെ ദിവസം പ്രധാന വേദിയിലുണ്ടായിരുന്ന ആ കലാപ്രകടനം അത് കണ്ട് കണ്ണീരണിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത്രത്തോളം ഹൃദയത്തിൽ തട്ടിയിരിക്കുകയാണ് അവർ ആ നാടിൻ്റെ കഥ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് എത്തിച്ചത് ഇന്ന് അവരുടെ ആ ഒരു അവതരണ ഗാനത്തിലൂടെ, പെർഫോമൻസിലൂടെ. എന്താണ് ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത്? കാവ്യസിന്ദൂരി ഏതായാലും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരു അതിജീവനത്തിൻ്റെ കലോത്സവമാണ് എന്ന് തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ആ അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഏതായാലും ഇവരുടെ ഇന്ന് രാവിലെ അതായത് പ്രധാന വേദിയായ MT നിലയിൽ നടന്ന ഇവരുടെ ആ നൃത്തം അത് ഏവരെയും കണ്ണ് നനച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഈ കുഞ്ഞുങ്ങളോട് തന്നെ അവർ നടത്തിയ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമുണ്ട്. ആ പോരാട്ടം ഇപ്പോഴും അവർ സധൈര്യം തുടരുകയാണ്. ഏതായാലും നിങ്ങളുടെ നാടിൻ്റെ കഥയാണ് നിങ്ങൾ ഇന്ന് ഒരു ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു സന്തോഷം എത്രത്തോളമാണ്? എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു വേദിയിൽ കളിക്കാൻ പറ്റി. ഈ ലോകമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും മുമ്പിലും പിന്നെ വലിയ വിശിഷ്ടാതികളുടെ മുമ്പിലൊക്കെ കളിക്കാൻ പറ്റി. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും പറഞ്ഞു നല്ല രീതിയിൽ, കാരണം സാധാരണ ഒരു കഥ പറഞ്ഞു പോകുന്നതല്ല, നിങ്ങളുടെ നാടിൻ്റെ, നിങ്ങൾ അതിജീവിച്ചതിൻ്റെ കഥയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും മന്ത്രിമാരുൾപ്പെടെ നേരിട്ട് വന്ന് അഭിനന്ദിക്കുന്ന കണ്ടു. മുഖ്യമന്ത്രി അടക്കം വന്നു തോന്നുന്നു അല്ലേ? വന്നായിരുന്നു. എന്ത് പറഞ്ഞു മുഖ്യമന്ത്രിയൊക്കെ? എന്ത് പറഞ്ഞു? ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വന്നായിരുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചു തരും. ചുരൽമലയിൽ തന്നെ ഞങ്ങൾക്ക് പുതിയൊരു സ്കൂള് ഞങ്ങൾക്ക് പഴയ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ വന്നപ്പോൾ എന്താ പറഞ്ഞേ? മന്ത്രിമാരൊക്കെ വന്നപ്പോൾ ഞങ്ങളെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. സ്കൂൾക്ക് പുതിയൊക്കെ തരാം, പിന്നെ വീടൊക്കെ പോയവർക്ക് ഇങ്ങനെ വീടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കലോത്സവത്തിനൊക്കെ വന്നിട്ടുണ്ടോ? കാണുകയോ പെർഫോം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിലേക്ക് വന്നിട്ടില്ല. ജില്ലയ്ക്ക് ഉപജില്ലയ്ക്കൊക്കെ പോയിട്ടുണ്ട്. സംസ്ഥാനത്തേക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നൃത്തത്തിൽ തന്നെയാണോ ഈ ഉപജില്ലയിലൊക്കെ മത്സരിച്ചിട്ടുള്ളത്? പാട്ടിലും ഉണ്ട് ഞാൻ, ഡാൻസിലും. ഒരു കുഞ്ഞു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുവോ? ഒരു കുഞ്ഞു പാട്ട് 2 വരി. വഞ്ചിപ്പാട്ടിനാണ്. ഒരു 2 വരി. ഇത്രയും വലിയ വേദിയിൽ എല്ലാവർക്കും മുന്നിൽ നമ്മൾ എല്ലാവരുടെയും കയ്യടി വാങ്ങിയൊരു ഡാൻസ് ഒക്കെ അവതരിപ്പിച്ചല്ലേ? എല്ലാവരും ഏറ്റുപാടാൻ റെഡിയാ? വേണ്ട, ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ പാട്ട് പഠിക്കും. ഡാൻസ് കളിക്കുമോ? ഞങ്ങളുടെ ഇന്ന് അവതരിപ്പിച്ച നൃത്തം ഒന്നുകൂടി ആവാന്ന്. അപ്പോൾ എന്തായാലും സിന്ദൂരി കാവ്യ അവരുടെ ഇന്ന് രാവിലെ അവർ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നൃത്തം അവതരിപ്പിച്ചത്. ആ നൃത്തത്തോടെയായിരുന്നു നമ്മൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് അവർ വെക്കും. ഇവിടെ സ്ഥലപരിമിതിയൊക്കെ ഉണ്ട്, അതുമല്ല അവർ വലിയ ക്ഷീണിതരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അധികം ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. എന്നാലും ഒരു 2 വരി അവർ നമുക്ക് വേണ്ടിയിട്ട് അതിലുള്ളൊരു ഡാൻസ് നൃത്തം വയ്ക്കുന്നതായിരിക്കും. അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് മടങ്ങി വരാം. അതുപോലെ 1 2 3 സ്റ്റാർട്ട്. ബാക്ക് നോക്കണം. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയം
അതെ, വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു. ഏതായാലും വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചു. ഏതായാലും നിങ്ങളുടെ ഇനി അടുത്ത പ്ലാൻ എന്തൊക്കെയാണ്? ഇവിടെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വന്നതാണോ എല്ലാവരും? അപ്പോൾ ഇനി എന്താ പരിപാടി തിരുവനന്തപുരത്ത്? ഞങ്ങളിനി അമ്പലത്തിലേക്കൊന്ന് പോകണം, ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് നാളെ രാവിലെ മടങ്ങും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയുണ്ട്? രാവിലെ തൊട്ട് കലോത്സവ വേദി പ്രധാന വേദിയിലാണ് വന്നത്. എന്നിട്ട് ഈ കലോത്സവത്തിൽ പലയിടങ്ങളിലായി പോയപ്പം ഉള്ളൊരു സന്തോഷം എത്രത്തോളമാണ്? നന്നായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ ഒരു വേദിയിൽ ഞങ്ങൾക്ക് ഡാൻസിന് സാധിച്ചതിന്, നൃത്തം നമ്മുടെ ഇതിന് സാധിച്ചതിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്നാ ഉണ്ട് മോളെ? പറഞ്ഞോ, ഈ കലോത്സവത്തിന് വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. വരാൻ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടില്ല, വരാൻ പറ്റിയ സന്തോഷം. ഇനി ഏതായാലും അടുത്ത തവണ എല്ലാവരും സ്റ്റേറ്റ് തലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങ് പോരണം അല്ലേ? വഞ്ചിപ്പാട്ടായിരിക്കോ ഡാൻസ് ആയിരിക്കോ? രണ്ടും. എന്നാലും വഞ്ചിപ്പാട്ട് പാടി തന്നില്ല കേട്ടോ. ഒരു രണ്ടുപേര് പാടായിരുന്നു, ഇവര് ഏറ്റു പാടാൻ വരെ റെഡിയായിരുന്നു. പാടുന്നോ? അവസാനം ഒരു ട്രൈ നോക്കുന്നോ? അപ്പം മാഷ് വരെ പറയുന്നു ഒരു രണ്ടുപേരെങ്കിലും പാടേണ്ടതാന്ന്. രണ്ടുപേരും ഇവരെല്ലാവരും ഏറ്റു പാടില്ലേ? തുടങ്ങാം നമുക്ക്. എല്ലാരും കൂടെ പാടാൻ റെഡിയാ. വേണം ഞാനും പാടും. മായോ? പാണ്ഡവന്മാർ കൊണ്ടുപോലും പാണ്ഡവന്മാർ കൊണ്ടുപോലും ദ്രൗപദി എന്നൊരു ഭാര്യ. പാണ്ഡവന്മാർ കൊണ്ടുപോലും ദ്രൗപദി എന്നൊരു ഭാര്യ. ഓക്കെ എന്തായാലും അവരെ കൂടുതൽ ഏതായാലും നിർബന്ധിക്കുന്നില്ല. അത് ഇവർക്കൊപ്പം നമ്മൾക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഈ കുഞ്ഞുമക്കൾ അവർ നടത്തിയ ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമുണ്ട്. അത് നമുക്ക് പോലും നമ്മൾ ഏവർക്കും മാതൃകയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ കുരുന്നുകൾ തന്നെയാണ് ഭാവിയുടെ വാഗ്ദാനവും. ഏതായാലും നമുക്ക് ഇവർക്കൊപ്പം ചേരാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. സിന്ദൂരി, കാവ്യ.